ഹലോ വെൽക്കം ബാക്ക് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കെങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് എടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം നമുക്കിനി ഫിസിക്കൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ സർക്കാർ നൽകുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ടവർക്ക് അത് പ്രിന്റ് എടുത്ത് ഫിസിക്കൽ ഡ്രൈവിംഗ് ലൈസൻസുകളായി സൂക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് അതിനു വേണ്ടി പ്രിന്റ് എടുക്കാം എന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് സാരഥി പരിവാഹന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഗൂഗിളിൽ പോയി സാരഥി പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ പരിവാഹന്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പരിവാഹന്റെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നൊരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാരഥിയുടെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ലേണേഴ്സ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, കണ്ടക്ടർ ലൈസൻസ്, ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് എന്ന ഒരുപാട് ഓപ്ഷൻസ് കാണാം. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ അവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഏതൊരു സർവീസുകൾക്ക് കൊടുക്കുമ്പോഴും നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ആ അപ്ലിക്കേഷൻ നമ്പർ അവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻ്റർ ചെയ്തതിനു ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സർവീസുകൾക്ക് കൊടുക്കുമ്പോൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP, ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെലക്ട് പ്രിന്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ഒരു PVC കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP എൻ്റർ ചെയ്തതിന് ശേഷം DL പ്രിന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്കൊരു PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF രൂപത്തിൽ ലഭിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ലാമിനേറ്റ് ചെയ്തോ PVC കാർഡ് രൂപത്തിലാക്കിയോ നമുക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്.